തുലാക്കൂറിലേക്ക് വയ്ക്കുമ്പോൾ എന്താ പറ്റുക, ചിത്രയുടെ അവസാനവും ചോതിയും വിശാഖത്തിന്റെ ആദ്യ ഭാഗവും കൂടുന്ന തുലാക്കൂറുകാർക്ക്. തുലാക്കൂറുകാർക്ക് 9-ലാണ് വ്യാഴം നിൽക്കണേ. വളരെ നല്ലതാണ്. 9-ലെ വ്യാഴം ദോഷമൊന്നും അല്ല. അതുപോലെ തന്നെ 5-ല് ശനിയും 11-ാമിടത്ത് കേതുവും 6-ല് ശനിയൊക്കെ നിൽക്കുന്നതാണ്. 5-ല് രാഹുവും 6-ൽ ശനിയും 11-ാമിടത്ത് കേതു. അപ്പോൾ പൊതുവെ ഇപ്പം ഈ ശനിയുടെ പകർച്ചയായാലും അവർക്ക് ദോഷമില്ല. രാഹുകേതുക്കളും അത്ര പ്രശ്നമൊന്നുമില്ല. 9-ൽ വ്യാഴം നിൽക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട്, നല്ല നല്ല കോഴ്സുകൾ പഠിക്കാനായിട്ട്, സാമ്പത്തികപരമായ മാർഗം വരാനായിട്ട്, സാമ്പത്തിക ഉന്നമനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സാമ്പത്തികപരമായിട്ട് നന്മയുണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് ഈ തുലാക്കൂറുകാർക്ക്. ഇപ്പോൾ ദോഷം പറയാനില്ല. കാരണം ഒരുപാട് ഭാഗ്യമുള്ള കാലഘട്ടമാണ്, ഭാഗ്യം കിട്ടാവുന്ന കാലഘട്ടമാണ്. ചെയ്യുന്നതൊക്കെ അനുകൂലമായി വരാവുന്നതും, നല്ല നല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും, നല്ല നല്ല യാത്രകൾ പോകാനും, നല്ല നല്ല മനസ്സമാധാനമുള്ള കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. പക്ഷെ 5-ല് രാഹു നിൽക്കണ കാരണം മനോവ്യാധികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടും, സങ്കടങ്ങൾ ഉണ്ടാവുക, രോഗാശങ്കയോടുകൂടി ജീവിക്കുക, കുടുംബത്തിൽ രോഗങ്ങൾ വരിക, അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ മഹാദേവന്റെ പ്രാർത്ഥന കൊണ്ട് മാറുന്നതാണ്. അവർക്ക് ജൂൺ മാസം 2-ന് ശേഷം 10-ലേക്ക് വ്യാഴം വരികയാണ്. കർക്കിടകത്തിലെ വ്യാഴം നല്ലതാണ്, ഉച്ചബലവാനാണ്, ദോഷമൊന്നുമില്ല. പക്ഷെ 9-ലെ അത്രയും കേമാവുമോ 10-ലെ വ്യാഴം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കേമാവില്ല. അപ്പം അതുകൊണ്ട് പക്ഷെ പ്രതികൂലാവസ്ഥയല്ല വ്യാഴം, അനുകൂലാവസ്ഥയാണ്. ദോഷം പറയാനില്ല. എങ്കിലും ആ സമയത്ത് വരുന്നത് കൊണ്ട് ഭാവിയിലേക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സിലെ പ്ലാനുകളൊക്കെ നേരത്തെ കൂട്ടി ജൂൺ 2-ന് മുമ്പ് ചെയ്തു വെക്കണം, നല്ലതാണ്. എന്തെങ്കിലും യാത്രകൾ, ജോലിക്കുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ ഒക്കെ നോക്കി വെക്കണമൊക്കെ നല്ലതാണ്. ജൂൺ 2-ന് ശേഷം അത്രയ്ക്ക് മോശം എന്ന് പറയാനില്ല. പക്ഷെ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ വൈഷ്ണവ ഭജനങ്ങളും മറ്റു കാര്യങ്ങളും അടുത്ത വർഷം ചെയ്യും. കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാം. പക്കപ്പിറന്നാളിന് വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കാം. അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ പകർച്ചയും കുറച്ച് പ്രതികൂലം ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഞാൻ അതിൻ്റെ പ്രത്യേകമായി രാഹുകേതുക്കളുടെ പറയണതാണ്. എങ്കിലും തൽക്കാലത്തേക്ക് ജൂൺ 2-ന് ശേഷം പക്കപ്പിറന്നാളിന് പാൽപ്പായസം കഴിക്കാം. വലിയ വലിയ ക്ഷേത്രങ്ങൾ, ഇപ്പം ഗുരുവായൂരപ്പനെ ആയാലും, തൃപ്രയാറപ്പനെ ആയാലും, പൂർണ്ണത്രയശനെ ആയാലും, ശ്രീപത്മനാഭസ്വാമി ആയാലും, അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ വലിയ വലിയ അവതാരങ്ങളുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്ന, പ്രാർത്ഥിക്കുന്നതൊക്കെ അതിഗംഭീരമാണ് ആ കാലഘട്ടത്തിൽ.